ഗംഗയുടെ ബർത്ത്ഡേയും ഇന്നല്ലേ അമ്മേ? അതെ, ഇന്ന് തന്നെയാണല്ലോ. ഇതെന്താ ഇങ്ങനെ? ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം നീ എന്താ പറയാതിരുന്നേ? പോയി, എല്ലാം തൊലഞ്ഞു. മറന്നു പോയതാണെന്ന് കള്ളം പറയാൻ നോക്കണ്ട. ആരും സ്വന്തം ബർത്ത്ഡേ മറക്കാറില്ലല്ലോ. ഇഷ്ടായോ? ആനന്ദിന്റെ സെലക്ഷനാ. ഇഷ്ടമായി ആന്റി. എങ്ങനെയുണ്ട് ആനന്ദ്? ഇതാണ് ഗംഗ, പരാജയത്തെ ജയമാക്കി മാറ്റുന്നവൻ. ഇനി കുറച്ചു കഴിഞ്ഞ് കല്യാണിയുടെ സ്പെഷ്യൽ സദ്യ. നീ തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി പുറത്താകുന്ന നാളുകൾ അടുത്തു. തൃച്ചംബരത്തിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് ഞാനാണോ അതോ അടുക്കളക്കാരി കല്യാണിയാണോ എന്ന് കാത്തിരുന്ന് കണ്ടോ നീ? കാണാം. അതല്ല ആയുധമെങ്കിൽ ആയുധമെടുക്കും ഗംഗ. തൃച്ചംബരത്തിന്റെ സർവനാശമാണ് എന്റെ ലക്ഷ്യം. ഗംഗേ, അവര് ഒട്ടും പിന്നിലല്ല. അടുക്കളക്കാരിയുടെ പിഴച്ച ജന്മത്തെ തൃച്ചംബരത്തെ ആഘോഷമാക്കി മാറ്റിയത് ചില്ലറ കാര്യമല്ല. സത്യത്തിൽ അത് കണ്ടപ്പോ എനിക്ക് തൊലി ഉരിഞ്ഞുപോയി. യഥാർത്ഥത്തിൽ വിജയം അവർക്കായിരുന്നു ആന്റി. തൃച്ചംബരത്തെ മൂത്ത മരുമകളായ ഞാൻ നിന്നപ്പോ വേലക്കാരിക്ക് ജന്മദിനാഘോഷം. അതല്ലേ ഏറ്റവും വലിയ തോൽവി. തോറ്റു എന്ന് സ്വയം പ്രഖ്യാപിച്ച ഭാവമായിരുന്നു അവൾക്ക്. അമ്മയെ ചതിച്ച് തൃച്ചംബരത്ത് കയറിയവളാ. പക്ഷേ ഇന്നമ്മ കല്യാണിയുടെ പിറന്നാൾ ഒരു ആഘോഷമാക്കിയപ്പോ അവളിൽ നിന്ന് ഉരുകയായിരുന്നു. അമ്മ ഇതിന് സമ്മതിക്കുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല ബ്രോ. അല്ല, ഇനി അമ്മയ്ക്ക് കല്യാണിയോടുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ടാവൂ? നിങ്ങളെല്ലാം കൂടി ചെന്ന് പറഞ്ഞപ്പോ ആന്റി പിറന്നാൾ ആഘോഷത്തിന് അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ ആറ്റിറ്റ്യൂഡിലൊന്നും ഒരു മാറ്റം വരില്ല. ജാതകമെന്ന അതേ ആയുധം എടുത്ത് തന്നെ തിരിച്ചു പ്രയോഗിക്കുന്ന കരുതിയത്. പക്ഷേ അതിലും പരാജയപ്പെട്ടു. അതെ, ഒരു ഡയമണ്ട് റിംഗ് കൂടിയും പോയത് മിച്ചം. ആനന്ദ്, കല്യാണം അടുക്കുന്നു. ലക്ഷ്യമെടുക്കുമ്പോ ഓട്ടത്തിന്റെ വേഗം കൂട്ടണമെന്ന നിയമം. അതെ ബ്രോ, ആ ഗംഗ ആരാണെന്ന് കണ്ടെത്തി അമ്മയെ കൊണ്ട് തന്നെ അവളെ അട്ടിച്ച് പുറത്താക്കണം. ഒന്നും പറ്റില്ലെങ്കിൽ അവളെ അങ്ങ് തീർക്കണം. എന്തു പറ്റിയാകില്ലേ? നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ. ഈയിടെയായി
കണ്ണടച്ചാൽ കാണുന്നതെല്ലാം ദുസ്വപ്നങ്ങളാ, ഭീതിപ്പെടുത്തുന്ന രൂപങ്ങൾ. വെള്ള പുതപ്പിച്ച് കിടത്തിയ ശവശരീരങ്ങൾ ആരോ തൃച്ചംബരത്തേക്ക് കൊണ്ടുവരുന്നത് പോലെ. നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ. ഒരുതരം ഭീതി തോന്നുന്നു കൃഷ്ണേട്ടാ. അതബദ്ധം. ശ്രീചക്രം സ്ഥാപിച്ചിട്ട് മതി ഇനി ഇവിടെ താമസം. ശരി, ആയിക്കോട്ടെ. അത് നല്ല തീരുമാനമാണ്. ഇളയച്ചനും കഴിഞ്ഞ ദിവസം വന്ന സ്വാമിയും ഇത് തന്നെയാണ് പറഞ്ഞത്. സന്തോഷവും സംതൃപ്തിയും സമാധാനവും നൽകുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കണമെന്നാണ് എന്റെ പക്ഷം. അതുകൊണ്ട് നമുക്ക് തറവാട്ടിലേക്കോ കൊച്ചു തൃച്ചംബരത്തേക്കോ മാറാം. എങ്കിൽ ഇപ്പൊ തന്നെ ഈ കാര്യം എല്ലാവരും അറിയിക്കാം. അഖിലവാ, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഒന്നും ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എന്തോ ഉണ്ട് ചേച്ചി. നമ്മളറിയാതെ ഈ തൃച്ചംബരത്ത് എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നിനക്കും അങ്ങനെ തോന്നിയോ? ആ എന്നിട്ട് നീ എന്താ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നേ? നന്ദൻ ആത്മഹത്യയും ശ്രമിച്ച വിവരം അഖില അറിഞ്ഞോ? അത് ചേച്ചി ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ. ഇങ്ങനെ ഒരു നാൾ വരുന്നതും കാത്ത ഞാൻ ഇരിക്കുന്നത്. ഞാനിത് കുടിക്കാം, പക്ഷേ ബാക്കി എന്റെ കെട്ടിയോള് കുടിക്കണം. അയ്യോ, മുറിയിൽ ഫിറ്റ് ചെയ്യണം. അത് വലിയ മറ്റൊരു വഴിയില്ല കല്യാണി. ഇപ്പോഴാവുമ്പോ മുറികൾ കാണാനെന്ന മട്ടിൽ വേണമെങ്കിലും നിനക്ക് ഗംഗയുടെ മുറിയിൽ പോവാലോ. ശരി, ഇനി തന്നേക്ക്, ഞാൻ വെച്ചേക്കാം. താങ്ക്സ് കല്യാണി. പോട്ടെ. അതെ, ഗംഗ പറഞ്ഞതാണ് ശരി. കല്യാണിയെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഞാനത് പല പ്രാവശ്യം അഖിലേച്ചിയോട് സൂചിപ്പിക്കാൻ നോക്കിയതാ. അപ്പോഴൊക്കെ ഓരോരോ തടസ്സങ്ങളാ. ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ ആന്റി. അതോടെ അവള് ധർമ്മക്കെട്ടും കെട്ടി പോയിക്കോളും. കൊള്ളാം. ഇനിയുള്ള 2 ദിവസങ്ങളും നിർണായക ദിവസങ്ങളാ. ഈ കല്യാണം മുടക്കാനേ ആ അരവിന്ദൻ സുബ്രുവും ആനന്ദിനോടൊപ്പം ചേർന്ന് പണി 18 നോക്കും, അറിയോ? കരുതി വേണം ഇരിക്കാൻ. തൂണിനും തുരുമ്പിനും വരെ കണ്ണും കാതും ഉണ്ടാവും. കുടിച്ചു കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നെടുത്താ മതി. ഒരു പ്രാവശ്യം കൂടി സ്റ്റെയർ കയറിയെന്ന് കരുതി നിന്റെ ധർമ്മ കല്യാണമൊന്നും മുടങ്ങാൻ പോകുന്നില്ല. എടി, നിന്നോടല്ലേ പറഞ്ഞേ കപ്പ് പിന്നെ വന്ന് എടുത്താ മതിന്ന്. പോയിക്കോ. പോകാൻ.
പറ്റി? നിനക്കത് ഒരു ഭാവമാറ്റം? അത് വേറൊന്നുമല്ല കൃഷ്ണേട്ടാ. ഇളയച്ചൻ പറഞ്ഞതുപോലെ വീടൊക്കെ മാറിയിട്ടും ഉള്ളിൽ എന്തോ ഒരു സങ്കടം കെട്ടിക്കിടക്കുന്നത് പോലെ. എന്താകില്ല ഇതൊക്കെ നിന്റെ വെറും തോന്നലുകളാണ്. തൃച്ചംബരത്തെ കല്യാണമാണ്, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. എല്ലായിടത്തും നിന്റെ കണ്ണെത്തണം, അതാ അതിന്റെ ഒരു നിറവ്. അതിനെങ്ങനെ വിഷമിച്ചിരുന്ന അങ്ങനെ? നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം പഴയ ഓർമ്മകളാണ്. ചില ഓർമ്മകൾ അത് നോവ് തരുന്നതാണെങ്കിൽ അങ്ങ് മറന്നേക്കണം, മാച്ചേക്കണം മനസ്സിൽ നിന്ന്. അതല്ല കൃഷ്ണേട്ടാ, എവിടെയോ എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ ഒരു തോന്നൽ. കൃഷ്ണേട്ടൻ അറിയാലോ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പോ എന്താകലേ ഇത്? കൂൾ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നടക്കാം. അപ്പോഴേ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. വാഖില വരാൻ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതല്ലേ ഉള്ളൂ എന്തോ ആപത്ത് വരാൻ പോകുന്നു. ദൈവമേ, ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത്? എന്ത് വരാൻ അഖിലെ? അവർക്ക് അത്രേ ആയുസുണ്ടായിരുന്നുള്ളൂ. അതിനെ മറ്റൊന്നുമായി കൂട്ടിക്കെട്ടി ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. അതല്ല കൃഷ്ണേട്ടാ. എന്തല്ലാന്ന് അഖിലെ, ഞാൻ പറഞ്ഞതാണ് ശരി. ഓരോ സെക്കൻഡിലും ലോകത്ത് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. അതിന്റെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചാൽ സിദ്ധാർത്ഥൻ മരണത്തിന്റെ പരിഹാരം തേടി ഇറങ്ങിയതുപോലെയാണ്. കൃഷ്ണേട്ടാ, ഒന്നുമില്ല. അരവിന്ദ്, അച്ഛാ, ഇതിന് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട. പിന്നെ മരണം സംഭവിച്ച കുടുംബത്തിന് എന്ത് സഹായം വേണ്ട? അഖിലാണ്ടേശ്വരി അവിടെ ആലോചിക്കുമ്പോ ഞാനത് ഇവിടെ പ്രവർത്തിച്ചു. അതൊക്കെ പോട്ടെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? തൃച്ചംബരത്തെ കല്യാണമല്ലേ, ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. മാമാങ്കം തോൽക്കുന്ന ഒരുക്കമായിരിക്കും അല്ലേ? ഹലോ, എന്താ ഗംഗ ഒരു മൗനം? കല്യാണം അടുക്കും തോറും ഭയം തോന്നുന്നു. എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയാലോന്നൊരു തോന്നല്. ഗംഗെ, നിനക്കിത് എന്തു പറ്റി? കൂൾ, നിന്നൊന്ന് കാണണം ഇന്ന് തന്നെ 7 മണിക്ക് മൂൺ ലൈറ്റ് റെസ്റ്റോറന്റ്. എന്താ എത്തില്ലേ? ശരി പ്രിയങ്ക, ഞാൻ ഷാർപ്പ് 7 മണിക്ക് തന്നെ മൂൺലൈറ്റ് റെസ്റ്റോറന്റിലെത്താം. നശിപ്പിച്ചു. പേര് കേൾക്കാൻ പറ്റിയില്ല, അതിനിടയിൽ ഈ നശിച്ച സാധനം. ഹലോ ഡാർലിംഗ്, നീ എന്താ ഫോണിൽ? യു ഗെറ്റിംഗ് ലേറ്റ്. ഇതെവിടെയാ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണമെന്നറിയോ? ഡോണ്ട് വറി, ഞാൻ ദേ നിന്റെ കണ്ണെത്തും ദൂരത്തുണ്ട്. കണ്ണെത്തും ദൂരത്തോ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. നീ എന്താ മായാവിയാണോ? മായാവിയും മാങ്ങാത്തൊലിയൊന്നും അല്ല. ദേ ഇപ്പൊ ഞാൻ നിന്റെ കൈയെത്തും ദൂരത്ത് എത്തിയിട്ടുണ്ട്. യു കെൻ സീ മീ നൗ. ഹായ്. ഹായ്. ദാ ഇവിടെ വച്ച് ഞാൻ നിനക്കൊരു വാക്ക് തരുന്നു. എനിക്ക് നഷ്ടപ്പെട്ട ആനന്ദിന്റെ താലി നിനക്കും നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞാൻ തൃച്ചംബരത്തുള്ളവരുടെ ജീവൻ എടുത്തിരിക്കും. തകർക്കും ഞാൻ ആ കുടുംബത്തിലെ ഓരോ പുൽത്തകിടിയെയും. ഒരാൾക്കും പ്രിയങ്ക അതിൽ നിന്ന് തടയാനാവില്ല. ഒരാൾക്കും. ഒരുമിച്ച് കണ്ടാകെ കുഴപ്പമാവല്ലോ.
ഗംഗേ, ദേ, ആനന്ദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വാട്ട്? ആനന്ദോ? സത്യാണോ ഈ പറയുന്നത്? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നീ ഇവിടെ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യും. ഞാൻ ആനന്ദിന്റെ കണ്ണിപ്പെടാതെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നാ മതി. ഞാൻ സ്കോട്ട് ചെയ്തോളാം. ഐ ക്യാച്ച് യു ലേറ്റർ. ഓക്കെ? അല്ല, ഇതെന്താ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇപ്പോഴേ 2 സൂപ്പിന് ഓർഡർ ചെയ്തത്? ആ അത് ഞാൻ വന്നിരുന്നപ്പോ അയാൾ ഓർഡർ എടുക്കാൻ വന്നു. ഓ, അപ്പൊ ഞാൻ 2 സൂപ്പ് ഓർഡർ ചെയ്തിട്ട് എന്റെ ഫ്രണ്ട് വരുമ്പോ കൊണ്ടുവന്നാ മതിയെന്ന് പറഞ്ഞു. നല്ല സൂപ്പ്. ആനന്ദൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു പ്ലീസ്. ഏയ് വേണ്ട, താൻ ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചാൽ ശരിയാവില്ല. ഓ, ഹലോ, എക്സ്ക്യൂസ് മീ. തിരികെ കിട്ടിയതാ. അറിയാലോ, ഈ കമ്മലിടുമ്പോ എന്റെ മനസ്സറിയാവുന്ന ആരോ കൂടെ ഉണ്ടെന്നൊരു തോന്നല. അമ്മ കൂടെ ഉണ്ടെന്നൊരു തോന്നല്. ആ തോന്നല് തരുന്നൊരു ധൈര്യം ഉണ്ടല്ലോ, അത് പറഞ്ഞാ മനസ്സിലാവില്ല, അനുഭവിച്ചറിയണം. ഏയ്, എന്താ കെട്ടിയോളെ ഇത്? ഈ ഞാനില്ലേ നിന്റെ കൂടെ? ആ, ഞാനേ മാഡത്തിന്റെ അടുത്തേക്ക് ചെന്ന് കാര്യം എന്താണെന്ന് തിരക്കട്ടെ. ശരി. ആനന്ദ് കൃത്യസമയത്ത് ആ റെസ്റ്റോറന്റിൽ എത്തിയത് എങ്ങനെയാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിരിക്കോ? ഏയ്, അതോ എന്നെ ഫോളോ ചെയ്തു വന്നതോ? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആനന്ദ് ആ സമയത്ത് തന്നെ അവിടെ എത്തിയത് വെറും യാദർശികമാകാൻ ഒരു വഴിയുമില്ല. ഇനി ഗംഗയെ ഫോളോ ചെയ്ത് വന്നതായിരിക്കും. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ആനന്ദ് ആവും വിധം തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു. ഞാനത് വളരെ ബ്രില്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഗുഡ്. എന്നാലും ആ സമയം നോക്കി ആനന്ദ് അവിടെ എങ്ങനെ വന്നു എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അതാ എനിക്കും ഡൗട്ട്. അതൊരിക്കലും യാദൃശ്ചികമാണെന്ന് കരുതരുത്. നീ എന്നെ കാണാൻ വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞിരുന്നോ? അതോ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോ ആരെങ്കിലും അരികിലുണ്ടായിരുന്നോ? ഗംഗെ, ആ റൂമിൽ നീ നിൽക്കുന്നിടത്ത് നിന്റെ സംസാരം റെക്കോർഡ് ചെയ്യാൻ എന്തോ ഒരു ഉപകരണം വച്ചിട്ടുണ്ട്. അതിന്റെ ഡിസ്റ്റർബൻസ് ആയത്. റെക്കോർഡ് ചെയ്യുന്ന സാധനോ എന്റെ റൂമിലോ? അതെ, ഒരു സംശയവും വേണ്ട. നീ നിൽക്കുന്നിടത്ത് തന്നെയുണ്ട്. പെട്ടെന്ന് അത് കണ്ടുപിടിക്ക. ആ, വേഗം. ഓക്കെ, ലൈനിൽ തന്നെ ഇരുന്നോ, ഞാൻ നോക്കട്ടെ.
ഇതാ ആന്റിക്ക് വേണ്ടെങ്കിൽ വേണ്ട. വേണോ? അരവിന്ദ്, മഹേശ്വരിയും നാരായണനും ഒക്കെ എത്തില്ലേ? നേരത്തെ എത്താൻ പറയണം. ആ എത്തും. ചില തൊഴിലാളി പ്രശ്നങ്ങൾ കാരണം ബിസിനസ് മീറ്റ് ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന നന്ദന പറഞ്ഞു. സഹദേവന്റെ കാര്യവും അതെ. ഇനി ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഫോറിൻ ബിസിനസ് ഒക്കെ അങ്ങ് നിർത്തുന്നതാണ് നല്ലത്. ഈ മൈക്ക് വെച്ചത് ആരാണെന്ന് എനിക്കറിയണോ ആന്റി? ഇനി അങ്കിള് പറയും, എനിക്ക് ഈ വീട്ടിൽ എന്ത് സുരക്ഷയുള്ളത്? ആന്റി, ഇനി എന്റെ ബെഡ്റൂമിലോ ബാത്റൂമിലോ എങ്ങാനും ഒളിക്യാമറ വെച്ചിട്ടുണ്ടോ എന്നാ എന്റെ സംശയം. സ്റ്റോപ്പ് ഇറ്റ്. ഇത് തൃച്ചംബരമാണ്. നിന്റെ മുറിയിൽ മൈക്ക് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയണ ശരിയാണെങ്കിൽ അതാര് ചെയ്താലും പൊറുക്കില്ല ഞാൻ. അത് ചെയ്തത് ആന്റി, ഏതായാലും ആ CCTV ഫുട്ടേജ് എടുക്കുമ്പോ ആരാ മൈക്ക് ഫിറ്റ് ചെയ്തെന്ന് അറിയാലോ. ആദ്യം അതുകൊണ്ട് വരട്ടെ. ഈശ്വര, ആ CCTV എന്നെ ഇങ്ങനെ കണ്ടാവും. അതോട് തീർന്നുമില്ല. എന്ത് പരീക്ഷണോ ദേവി. ഭഗവാനേ, വന്ന് ഇതൊരു CBI ഓഫീസ് പോലെ ആയല്ലോ. എവിടാ നോക്കിയാലും ക്യാമറയും കുന്ത്രാണ്ടവും. അയ്യയ്യേ, ഗംഗയുടെ റൂമില് ബദാമ് നട്ട്സ് ഒരു ടീനിലിട്ട് വെച്ചിരുന്നു. ആളില്ലാത്ത സമയത്ത് അതിൽ നിന്നെടുത്ത് കഴിക്കാനാ ഞാൻ റൂമിൽ പോയത്. അല്ലാതെ മൈക്ക് വെക്കാനൊന്നും അല്ല. എന്നെ ഒന്ന് വിശ്വസിക്കാൻഡി. ഒരു കാര്യം ഉറപ്പാ, ഈ വീട്ടിലുള്ള ആരോ ആണ് ഗംഗയുടെ മുറിയിൽ മൈക്ക് ഫിറ്റ് ചെയ്തത്. ആന്റി, ഞാൻ ബദാം. നിന്റെ ഒരു ബദാം വെച്ചിട്ടുണ്ടടി നിനക്ക് ഞാൻ. ഗംഗയൊന്ന് പിടിച്ച കല്യാണി. ആന്റി, എന്നാലേ ആരായിരിക്കും ഗംഗയുടെ മുറിയിൽ മൈക്ക് വെച്ചേ? ഞാൻ. ബ്രോയ? അതെ, ഞാൻ തന്നെ ആ കല്യാണിയെ കൊണ്ട് ഗംഗയുടെ മുറിയിൽ ആ മൈക്ക് വെപ്പിച്ചത്. അല്ല, എന്നിട്ട് കല്യാണി ആ മുറി കയറിയത് ഫുട്ടേജിൽ കണ്ടില്ലല്ലോ. കൊള്ളാം അരവിന്ദേ, 2 ദിവസം മുമ്പ് ഈ വീട്ടില് CCTV വെച്ച എനിക്ക് കല്യാണി ഗംഗയുടെ മുറിയിൽ കയറുന്നത് CCTVയിൽ തെളിയുമെന്ന് അറിഞ്ഞൂടെ? കല്യാണി മൈക്ക് ഫിറ്റ് ചെയ്യാൻ കയറിയ സമയത്ത് ആ CCTV ഓഫാക്കി വെച്ചിരുന്നു. അത് മാത്രം റെക്കോർഡാവാത്തത്. എന്റെ പൊന്നോ, എന്നാ ബുദ്ധിയാണ്.
ഇതൊരു കഷ്ടം ഇത്. ഒരാവശ്യത്തിന് വിളിച്ച കിട്ടില്ല. മോശം. എന്നാലും ആ മൈക്ക് വെച്ചത് ആരായിരിക്കും? എനിക്കോ ആന്റിക്കോ എന്ത് നേട്ടവാ പറ. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ ആരാണെന്ന് എന്താണെന്നും കണ്ടുപിടിക്കാൻ നടക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അതെ, ഉറപ്പായും നിഗൂഢതകൾ തേടിയിറങ്ങി ആരോ ഒരാൾ അജ്ഞാതൻ. എന്താ ഗംഗെ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിഗൂഢതയോ? എന്ത് നിഗൂഢത? ആ അത് എന്ത് നിഗൂഢത? ഇനി അങ്ങനെ ആണെങ്കിൽ അത് ആനന്ദാകാനേ വഴിയുള്ളൂ. അതെ, ആനന്ദ് തന്നെ. ഇപ്പോ അവൾ ഇതിന്നൊരു തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ടാവും. ശത്രു കരുതലോടെ ഇരിക്കുമ്പോഴല്ല, അപ്രതീക്ഷിത സമയത്താവണം ആക്രമിക്കാൻ. എടുത്തു ചാടി ചെയ്തതെല്ലാം പരാജയത്തിലല്ലേ എത്തിയിട്ടുള്ളൂ. അത് ശരിയാ. വെയിറ്റ്. ആ ഗംഗെ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. ഒരു ചെറിയ ഷോപ്പിംഗ്. നീ വരുന്നോ? ഇല്ല, ആന്റി പോയിട്ട് വാ. ശരി. ആന്റി, അതെ, ആ ഷോപ്പിങ്ങിന് ഞാനും കൂടി വന്നാലോ എന്നൊരു ആലോചന ഇല്ലാതെയില്ല. ആലോചിച്ചോ, നന്നായിട്ട് ആലോചിച്ചോ. അല്ല, ഞാനെപ്പോഴേക്കും പോയിട്ട് വരാം. എന്നും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത്. കൃഷ്ണേട്ടാ, ഇന്നിവിടെ നടന്ന സംഭവങ്ങളൊക്കെ മറന്നു. എന്നാലും ആ ഗംഗയുടെ മുറിയിൽ മയക്ക് വെച്ചത് ആരായിരിക്കും? ഏതായാലും ജയന്തി ആവാൻ വഴിയില്ല. അവള് വല്ലതും കട്ട് തിന്നാൻ കയറിയതാവും. ആ ഹലോ, അതെ അതെ, രണ്ട് മുഹൂർത്തത്തിലാ. ആ ലക്ഷ്യം തൃച്ചംബരത്തിന്റെ സർവനാശം. ഒരിക്കലും ആനന്ദും ഗംഗയും തമ്മിലുള്ള ഈ കല്യാണം നടക്കരുത്. ഇവിടെ വീട്ടിലെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണമല്ലോ. വെരി അർജന്റ്. ഷുവർ സർ. ഗംഗയെ കുറിച്ച് എന്തെങ്കിലും? അതെ, ഗംഗയെക്കുറിച്ച് ചില പ്രധാന തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ആരാ അവള്? എന്താ അവളുടെ ഉദ്ദേശം? അത് ഫോണിലൂടെ വേണ്ട, നേരിട്ട് പറയാം. നമ്മൾ സാധാരണ മീറ്റ് ചെയ്യാറുള്ള ഒരു പാർക്കില്ലേ, അവിടേക്ക് വാ. ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും അടങ്ങിയ ഒരു ഫയലുമായി ഞാനിപ്പോ അവിടെ എത്തും. ഞാൻ ഇറങ്ങുക. ശരി സർ, ഞാനും ഇറങ്ങുക. ശരി. ഹലോ. ഏയ് സോറി, ഞാനൊരു അർജന്റ് മീറ്റിംഗിന് പോവാ. കോൾ മീ ലേറ്റർ.
എന്താ ഉണ്ടായത്? ആക്സിഡന്റ് സാറേ. നിന്റെ പ്രസൻസ് വേണം ഇവിടെ. കൃഷ്ണേട്ടാ, ഞാൻ പറഞ്ഞില്ലേ 2 ദിവസമായി കാണുന്നതും കേൾക്കുന്നതുമെല്ലാം. ഇളയച്ചൻ വന്ന ഇതിനൊരു പരിഹാരം ആകുമെന്ന് കരുതി. ഏതൊക്കെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെന്നറിയോ? ഒരു നമ്പറിലും കിട്ടുന്നില്ല. ആളിനി ഏത് കൈലാസത്തിലാണെന്ന് സാക്ഷാൽ ഭഗവാനെ അറിയും. ക്ഷേത്രമായ ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടും പൂജയും നടത്തി. ഇളയച്ചൻ പറഞ്ഞ എല്ലാ കർമ്മങ്ങളും ചെയ്തു. തൃച്ചംബരത്ത് ശ്രീചക്രം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി വീട് എന്നെ കാണാൻ വരുന്ന വഴിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. ഓ, സർജറി കഴിഞ്ഞു, ബോധം വീണിട്ടില്ല. മിനിമം 10 മണിക്കൂർ എടുക്കും. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, ഇപ്പോ ഒബ്സർവേഷനില്ല. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ. പിന്നെ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെന്ന് ആനന്ദിന് അറിയാമല്ലോ. ഇവിടുത്തെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞങ്ങൾ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. വേറെ എവിടേക്കെങ്കിലും മാറ്റുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. ഏയ് നോ ഡോക്ടർ, ഈ ഒരു അവസ്ഥയിൽ അത് ഉചിതമല്ല. സിസ്റ്റർ, ഇദ്ദേഹത്തോട് ചോദിച്ച് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കും. അവര് ബാംഗ്ലൂരിൽ തിരിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അവര് വരുന്നവരെ ഞാനിവിടെ ഉണ്ടാവും. ആനന്ദ് പൊക്കോ. അത് ഞാൻ പൊക്കോ. ശരി. ജയന്തി, ആന്റി ആരതി എടുത്തോണ്ട് വരൂ. ശരി ആന്റി, ഇപ്പൊ വരെ. കൃഷ്ണേട്ടാ, ഇത് ആന്റി. ഗംഗ കത്തിക്ക്. ആന്റി, ഇത് കല്യാണം നടത്തിക്കാനുള്ള വരമാണെന്ന് തോന്നുന്നത്. അഗ്നിയെ കെടുത്തത്തക്ക രീതിയിൽ നിശ്വാസവായുവിന്റെ വേഗവും താളവും കൂടിയിരിക്കുന്നു. എതിരേറ്റത് കഥനഭാരം നിറഞ്ഞ മനസ്സോടെ. ചോദ്യങ്ങളും സന്ദേഹങ്ങളും വിലയില്ലാ കടലിൽ ഉത്തരം കിട്ടാതെ കലങ്ങിമറിയുമ്പോ മനസ്സിന് അശാന്തിയുണ്ടാകും. അന്ധമായ ചിന്തകൾ നാം വിടും, പ്രതീക്ഷകൾ കൊഴിഞ്ഞു വീഴും. അതാണ് ജീവിതം. അവഗണിക്കുന്നത് ആപത്തു വരുത്തും. അഖിലയ്ക്ക് ആനന്ദിന്റെ കല്യാണത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ആശങ്കകൾ. ചതിച്ചു ഈശ്വര. എന്തെങ്കിലും നാവെടുത്ത് വിളിച്ചു പറഞ്ഞ അതോടെ തീർന്നു കിട്ടും. നിന്റെ താലി കെട്ടും എന്റെ പട്ടാഭിഷേകവും ഒക്കെ. ആശങ്കയല്ല ഇളയച്ച, ഭയവാ. കൺമുന്നിൽ ഓരോരോ ദുർനിമിത്തങ്ങൾ കാട്ടിത്തരുന്നു. സമൂഹ വിവാഹത്തിൽ താലി കെട്ടാനിരുന്ന 2 പേർ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ മടങ്ങുന്നു. ഇളയച്ച, പിൻവിളി ശുഭസൂചകമല്ല. പ്രാർത്ഥിക്കും.
കാഴ്ച മങ്ങിയതുകൊണ്ടല്ല, അവൾ അങ്ങനെ ഒരു വിശ്വാസം നേടിയെടുത്തതുകൊണ്ടാ. വലിയുഞ്ഞെ, ഗംഗ ആരാണെന്ന് തെളിയിക്കുന്ന രേഖകളുമായി വരുന്ന വഴിയിൽ തന്നെ ഇങ്ങനൊരു അപകടം സംഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിലും ഗംഗ തന്നെ ആയിക്കൂടെ? അങ്ങനെയാണെങ്കിൽ വലിയുഞ്ഞ് സൂക്ഷിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് സുബ്രമാണല്ലോ. എടുക്ക് വലിയുഞ്ഞെ. ഹലോ. മെഡിസിൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ട്രിപ്പൊക്കെ കൃത്യസമയത്തിന് കൊടുക്കുന്നുണ്ടല്ലോ? അതെ സർ. ഓക്കെ. ആ ആനന്ദ, കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട. ഇതാ സ്റ്റേജ്. ഇടയ്ക്കിടയ്ക്ക് ബോധം പോവും. ഇനി അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഒന്ന് പുറത്ത് നിൽക്കാമോ പ്ലീസ്? കല്യാണത്തിന് എത്രത്തോളം ഡയമണ്ട്സ് കാണുമെന്ന് ഞാൻ ചേച്ചിയോട് പറയായിരുന്നു. അല്ലേ ചേച്ചി? അതെ. ഓഹോ, അതാണോ? അതാണ് തൃച്ചംബരം. തൃച്ചംബരത്തെ വെറും ഒരു ഡ്രൈവറുടെ മകൾക്ക് ഇങ്ങനെ വൈരം പതിച്ച ആഭരണങ്ങൾ നൽകേണ്ട കാര്യമില്ലല്ലോ. അത് ശരിയച്ചാ. അച്ഛൻ കേൾക്കാത്തത് ഭാഗ്യായി. ചേച്ചി ഇതൊക്കെ ഒന്നിട്ടെ, ഞാനൊന്ന് കാണട്ടെ. വേണോ അനിയൻകുട്ടാ? എന്റെ ഒരു ആഗ്രഹമല്ലേ ചേച്ചി, പ്ലീസ്. അവള് മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാവും. എല്ലാം. അവൾ എന്നോട് ചോദിക്കില്ലേ ഞാനായിട്ട് മോൾക്ക് എന്ത് സമ്പാദ്യ കൊടുത്തെന്ന്? അപ്പൊ അച്ഛന് മറുപടി ഇല്ലാണ്ടാവരുതല്ലോ അതിന്. അയ്യേ, കല്യാണപ്പെണ്ണ് കരയാൻ പാടില്ല. എന്താ മോളെ ഇത്? സർ, എന്താ വേണ്ടത്? ഇത് ഗിരീഷ് കെ മേനോന്റെ ഓഫീസല്ലേ? അതെ സർ. സാറ് ഹോസ്പിറ്റലാണല്ലോ. ഞാൻ മിസ്റ്റർ ഗിരീഷ് കെ മേനോന്റെ ഫ്രണ്ടാണ്. ആണോ? ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആനന്ദ് കൃഷ്ണൻ. ഓ, അത് ശരി. ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോഴാണ് മിസ്റ്റർ മേനോൻ അപകടം സംഭവിച്ചത്. റിയലി സോറി സർ, എനിക്കറിയില്ലായിരുന്നു. എന്ത് സഹായമാണ് സർ ചെയ്യേണ്ടത്? ഇവിടെ കുബേരൻ എന്ന പേരിൽ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല സർ, ഇവിടെ ആ പേരിൽ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് മേനോൻ സാറിന്റെ ക്യാബിനും ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കണമായിരുന്നു. അതെ, ഇതിന്റെ പാസ്വേഡ് അറിയോ? അറിയില്ല സർ. ഒരിക്കൽ ഒറ്റപ്പെടുന്നവർക്കെ കിട്ടൂ. ആന്റി കേട്ടിട്ടില്ലേ,
ചിറക് വിരിക്കാൻ ധൈര്യം കാണിച്ചവനെ പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കെ, ധൈര്യമില്ലാത്തോണ്ടൊന്നും അല്ല. എന്റെ പല ചോദ്യങ്ങൾക്കും എനിക്ക് തന്നെ മറുപടി കിട്ടാതെ വന്നപ്പോഴാ ഞാൻ ഗംഗയെ പോലും കൂട്ടാതെ പ്രിയങ്കയെ തേടി വന്നത്. കല്യാണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പഠിച്ചത് 18 പയറ്റും ആനന്ദും അരവിന്ദും ആ പട്ടരും കൂടി. അതാ എനിക്കൊരു പേടി. ഈ ഒരു വാക്ക് മാത്രം മതി വിലാസിനിക്ക് ഒരു രാവും പകലും കഴിച്ചുകൂട്ടാൻ. പ്രത്യേകിച്ചും ഇന്നത്തെ രാത്രിക്ക് പതിവിലും ഇരുട്ട് കൂടും. വരാൻ പോകുന്ന മഹായുദ്ധത്തിന് ആയുധമൊരുക്കാൻ ഇരുള് മറയൊരുക്കി തരും. കൂട്ടത്തില് ആന്റിയും കരുതിക്കോ, ഇരുതല മൂർച്ചയുള്ളൊരു കഠാരം. കഴിക്കണം, അല്ലെങ്കിൽ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന തറപ്പിച്ച് പറയണേ. എനിക്ക് എന്റെ ചേച്ചി വേണം വലിയ കുഞ്ഞ്. നിങ്ങളുണ്ടാവില്ലേ? അപ്പൊ നേരിട്ട് കാണാം. ഓക്കെ ഓക്കെ. എന്താ അനിയൻകുട്ടാ ഇത്? നിനക്ക് കാര്യങ്ങളെല്ലാം അറിവുള്ളതല്ലേ? നിന്റെ ചേച്ചിയെ ഞാൻ കൈവിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല. എടാ, ഞാൻ പിന്നെ വിളിക്കേ. എന്താണ് ബ്രോയും കുഞ്ഞളിനും കൂടി രാത്രിയില്? അച്ഛൻ ഉറപ്പിച്ചിരിക്കുന്ന കല്യാണം നടന്ന എന്റെ ചേച്ചി പിന്നെ ജീവിച്ചിരിക്കില്ല അരിയ കുഞ്ഞ്. എന്തായാലും ഇങ്ങനെ കല്യാണത്തിന് എത്താൻ നോക്ക്. എന്റെ കല്യാണത്തിന് നീ വന്നില്ല. ശരി. പിന്നെ നിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറയണോ? ആഹാ, കൊച്ചു കള്ള. ഇവൻ തന്നെ എന്റെ ഇര. റോസുമായിട്ടിരിക്കുന്നു. പിന്നെ അടുത്തത് നിന്റെ കല്യാണ. ഇളയച്ചൻ പറഞ്ഞിട്ട് പോയതുപോലെ പ്രാർത്ഥനയായി എപ്പോഴും. അതല്ല അഖിലേ, എന്റെ ടെൻഷൻ കല്യാണിയോ? അതെ, കല്യാണി തൃച്ചംബരം വിട്ട് പോകുന്നു ഓർക്കുമ്പോ വല്ലാത്തൊരു സങ്കടം. അവളിവിടുത്തെ ഒരു അംഗത്തെ പോലെ അല്ലായിരുന്നു. പാരമ്പര്യത്തിന് ചേരില്ല. തൃച്ചംബരത്തിന്റെ പാരമ്പര്യത്തിന് കളങ്കമുണ്ടാക്കുന്നതൊന്നും അഖിലാണ്ടേശ്വരി ചെയ്യില്ല എന്ന് മാത്രമല്ല, ചിന്തിക്കുക കൂടിയില്ല. പരമ്പരാഗതമായി നടത്തിവരുന്ന ചടങ്ങ് അത്. തൃച്ചംബരത്ത് അംഗമാകാൻ പോകുന്ന പെണ്ണ് ആടയാഭരണങ്ങളൊക്കെ ഇട്ട് രാജകുമാരിയെപ്പോലെ പ്രത്യേകമൊരുക്കിയ ഇരിപ്പിടത്തിൽ വന്നിരിക്കും. കുടുംബത്തിലെ മുതിർന്നവർ മലരും അരിയും പൂക്കളും ഇട്ട് അനുഗ്രഹം കൊടുത്ത് കവിളത്ത് മഞ്ഞൾ പ്രസാദവും തൊടുവിക്കുമ്പോഴാ രാവിലത്തെ ചടങ്ങ് അവസാനിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് നിറദീപങ്ങളോടെ ഘോഷയാത്രയായി പോയി ക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ തിരുവൊരുക്കം ചടങ്ങ് തീരും.
തപ്തകാഞ്ജനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ധ്യാനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭൂബല. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഇനി ചടങ്ങ് തുടങ്ങിക്കൂടെ? ആ, തുടങ്ങാം അല്ലേ കൃഷ്ണേട്ടാ? പിന്നെന്താ, വരൂ. ഗംഗ, ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന് വരമഞ്ഞൾ ചാർത്താണ്. വാ, വന്ന് ഈ കസേരയിലേക്ക് ഇരിക്കും. വാ. കല്യാണി, നന്ദന, കല്യാണി വിളിക്ക്. ആ ശരി ആന്റി. ഇതെന്ത് ചടങ്ങാ? ഇത് കല്യാണ പെണ്ണിന്റെ ദൃഷ്ടിദോഷം മാറാനും ദീർഘസുമംഗലിയായി ഇരിക്കാനുള്ള ചടങ്ങാണത്ര. ഓ,
വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഒരു സ്വപ്നം പോലെ എല്ലാം ചെയ്തിട്ട് നഷ്ടപ്പെടുത്താനാണോ ഇതൊക്കെ? ഒരു വശത്ത് എന്ത് സംഭവിച്ചാലും എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന് പറയുന്ന വലിയ കുഞ്ഞ്, മറുവശത്ത് ഉറപ്പിച്ച കല്യാണം നടന്നില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് പറയുന്ന അച്ഛൻ. ഇതിനിടയില് ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ? എന്നെ വിട്ടുപോയെങ്കിലും അമ്മയുടെ ആത്മാവിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. വല്ലുകുഞ്ഞിനെ പിരിയാൻ എനിക്ക് പറ്റില്ല അമ്മേ. മോളെ, ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ വിളപ്പുറത്ത് അമ്മ കൂടെ ഉണ്ടാവും. നാളെ തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ വല്യുഞ്ഞി ചേച്ചിയുടെ കഴുത്തിൽ താല കെട്ടിയിരിക്കും. ഉറപ്പാ. മോളെ, ദേ വരുന്നച്ചാ. ഇതുപോലെയുള്ള കുബേര പ്രതിമ വേറെ ഉണ്ടോ? ഇല്ല സർ. സോറി. ഫയൽ നമ്പർ ആകാനാ സാധ്യത. ഈ കല്യാണം മുടക്കാൻ ഈ തെളിവുകൾ ധാരാളം. ഇത് ആന്റി കാണുന്ന നിമിഷം ഗംഗയെ അടിച്ച് പുറത്താക്കുകയും ചെയ്യും. അതിനും സംശയമില്ല. പക്ഷേ അപ്പോഴും പ്രശ്നം തീരുന്നില്ലല്ലോ. കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ആന്റി സമ്മതിക്കൂ? സമ്മതിപ്പിക്കും. ഗംഗയും പ്രിയങ്കയും കുടുംബത്തോട് കാട്ടുന്ന പകയും കല്യാണിയുടെ വിശ്വാസതയും പറഞ്ഞു ബോധ്യപ്പെടുത്തി അമ്മയെ കൊണ്ട് ഞാൻ ഇതിന് സമ്മതിപ്പിക്കും. അതിന് സാധിച്ചാ സന്തോഷം. പക്ഷേ എനിക്കെന്തോ ആന്റി അത്ര പെട്ടെന്നൊന്നും ഇതിന് സമ്മതിക്കാൻ തോന്നുന്നില്ല. സമ്മതിക്കും. അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നോക്കിയോ? മാഡം, ഒയ്യോയ്യോ, എന്തു വെച്ച് കണ്ടില്ലല്ലേ? മാഡം, എന്റെ അനിയൻകുട്ടൻ എവിടെ? അവനൊന്നും ചെയ്യരുത്. പേടിക്കണ്ടോ, ഇതുവരെ അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവനെ എന്റെ അടുത്തുണ്ട്. പക്ഷെ അവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ അത് നീ തന്നെ വിചാരിക്കണം.
എന്റെ അനിയൻകുട്ടൻ എവിടെ? അവൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹ ചെയ്തേ? അവനെ വിട്ടേക്ക്. ഞാൻ മേഡത്തിന്റെ കാല് പിടിക്കാം. അതൊന്നും വേണ്ട മഹാറാണി, കാലൊന്നും പിടിക്കണ്ട. ഞാനൊരു കാര്യം പറയും, അതുപോലെ അങ്ങ് ചെയ്താ മതി. അനിയൻകുട്ടൻ പോയതുപോലെ ഇങ്ങ് തിരിച്ചെത്തിക്കോളും. എന്താ ചെയ്തൂടെ? ചെയ്യാം. എന്നാ വാ. നിന്റെ അനിയൻകുട്ടൻ ജീവനോട് തിരിച്ചു വരണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നല്ല വടിവത്ത അക്ഷരത്തിൽ നീ ഒരു കത്തെഴുതിയേ പറ്റൂ. നീയായിട്ട് എഴുതണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് പകർത്തിയാ മതി. അപ്പൊ തുടങ്ങാല്ലേ? ബഹുമാനപ്പെട്ട അഖില മേഡത്തിന്, മേഡം എന്നോട് ക്ഷമിക്കണം. നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നത്. അപ്പോ നിനക്ക് നിന്റെ അനിയൻകുട്ടനെ ജീവനോടെ വേണ്ട. ശരി, ആ പേനയും പേപ്പറും അവിടെ വെച്ചിട്ട് പൊയ്ക്കോ. വെറുതെ എന്തിനാ സമയം പാഴാക്കുന്നത്? വേണ്ട, ഞാൻ എഴുതാം. എന്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്. അതാണ്. അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. നീ അവന്റെ ചേച്ചിയമ്മ തന്നെയാ, അതാ ഇത്ര ഫീലിങ്സ്. ശരി, സമയം കളയണ്ട, എഴുതി തുടങ്ങിക്കോ. ഇതെന്തു പറ്റി ഇത്ര വലിയ ഷോക്കാവാൻ? ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ള സത്യം എഴുതാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടും മൊയ്തീനും കാഞ്ചനമാലയും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഈ കത്ത് എനിക്കല്ലല്ലോ, അഖിലേച്ചിക്കല്ലേ. അഖിലാണ്ടേശ്വരിയാണ് നിന്റെ മനസ്സിലിരി പറയേണ്ടത്. എന്താ എഴുത്ത് നിർത്തിയോ? അപ്പോ നിന്റെ അനിയൻകുട്ടനെ ജീവനോട് വേണ്ടേ നിനക്ക്? വേണ്ടെങ്കി വേണ്ട. അവളുടെ ഒരു പൂങ്കണ്ണീര്. ബാക്കി എഴുതടി. നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? മറ്റൊരാളെ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ വലിയ കുഞ്ഞിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എനിക്ക്, അത് മാത്രമല്ല എന്റെ വലിയ കുഞ്ഞ് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാനുള്ള ശക്തിയും ഇല്ല എനിക്ക്. എഴുത്, എഴുതടി. അതുകൊണ്ട് ഈ വീടും നാടും വിട്ടു പോവുകയാണ് ഞാൻ. എന്നോട് ക്ഷമിക്കണം മാഡം. എന്നെ ആരും അന്വേഷിച്ചു വരരുത്. എന്നോട് ഇതുവരെ കാട്ടിയ സ്നേഹത്തിൽ എങ്ങനെ കാണത്തക്ക രീതിയിൽ നിന്റെ അനിയൻകുട്ടനെ ജീവനോടെ വേണമെങ്കിൽ കൊണ്ടുപോയി വെക്കടി കത്ത് പൂജാമുറിയിൽ. താമസിക്കണ്ട. കത്ത് വെച്ചിട്ട് വരുമ്പോ നിന്റെ അനിയൻകുട്ടൻ എവിടെയുണ്ടെന്ന് ഞാൻ പറയും.
നിങ്ങളെ എന്റെ അനിയൻകുട്ടന് ആപത്തൊന്നും വരുത്തല്ലേ. അവനെ എനിക്ക് വേണം. നിന്റെ കഴുത്തിൽ താലിയേറുന്ന ദിവസമല്ല നാളെ, കൊലക്കയർ വീഴാൻ പോകുന്ന ദിവസം. ആ കൊലക്കയർ മുറുക്കുന്ന ആരാച്ചാര് വേറെ ആരുമല്ല, നിന്നെ മൂത്ത മരുമകളെന്നും പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്ന എന്റെ അമ്മ തന്നെയാണ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയാ നിന്റെ ആരാച്ചാരം. അണിഞ്ഞൊരുങ്ങി നിന്നോ, ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണമെന്നാ. Now you start your countdown. അമ്മ ഈ തെളിവുകൾ കാണുന്ന നിമിഷം ഗംഗയെ അടിച്ച് പുറത്താക്കിയിരിക്കും. അതോടെ ഈ കല്യാണം മുടങ്ങണം. അതിന് ഈ തെളിവുകൾ ധാരാളം മതി. അതെ അതെ. അതാണ് ഇല്ലീഗൽ എന്ന് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ? യെസ് അതെ അതെ. നോക്കാം. ഷുവർ. ശരി. ഇല്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. ധൃതി വേണ്ട. അതേതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് തീരുമാനിക്കാം നമുക്ക്. അതെ. അത് മൊത്തത്തിലൊരു കള്ളലക്ഷണം. ആരായിരിക്കും ഫോണില്? ഇനി ആനന്ദായിരിക്കോ? അതിന് സാധ്യതയില്ലാതില്ല. അവനറിഞ്ഞ സംഗതി പാളും. ഏട്ടൻ മൊയ്തീന് കാഞ്ചനമാലയെ കാണാതെ ഉറക്കം വരുന്നില്ല എന്ന് തോന്നുന്നു. കഷ്ടം. ഈ മൊബൈൽ എന്റെ കയ്യിലിരിക്കട്ടെ, അല്ലെങ്കിൽ മൊയ്തീന് ഉറക്കം കിട്ടില്ല. മാഡം, ഇന്ന് ഈ മൊബൈൽ നിനക്ക് വേണ്ട. വേണമെങ്കിൽ പോയി നിന്റെ അനിയൻ ചെക്കനെ രക്ഷിച്ചോണ്ട് വാ. അവൻ നിന്റെ വിളപ്പുറത്തമ്മയുടെ ക്ഷേത്രത്തിനടുത്തുള്ള പൊളിഞ്ഞു വീഴാറായ ഒരു തറവാടില്ലേ, അതിനകത്തുണ്ട്. രക്ഷിക്കാൻ മിടുക്കിയാണല്ലോ നീ. പോയി നിന്റെ അനിയനെ രക്ഷിച്ചോണ്ട് വാ. അവക്കങ്ങ് മൊബൈല് കിട്ടിക്കോളാം വയ്യ. പോടി.
അനിയൻകുട്ടാ, എന്റെ വിളിപ്പുറത്തമ്മേ, അനിയൻകുട്ടൻ. എന്റെ ദേവി, ഇവിടെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. എന്റെ അനിയൻകുട്ടൻ എവിടെ? എന്റെ വിവാഹം നടക്കണം. ബ്രോ, പക്ഷെ അതെങ്ങനെ? ബ്രോ എന്തൊക്കെയാ പറയുന്നേ? ബ്രോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് പറ. നിനക്കറിയോ, നാഗമടത്തെ ഒരു നരുന്ത് പെണ്ണ് ഒരിക്കൽ കൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തൃച്ചംബരത്തെ അവഹേളിച്ചു എന്ന് വരുന്നൊരവസ്ഥ ഇനി ഒരിക്കലും അമ്മ സഹിച്ചു എന്ന് വരില്ല. അതിലുപരി എന്റെ കല്യാണം രണ്ടാമത് മുടങ്ങിയാൽ അമ്മ ജീവിതം തന്നെ അവസാനിപ്പിച്ചു എന്ന് വരും. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ എന്റെ കല്യാണം നടന്നിരിക്കണം. ഓക്കേ, പക്ഷെ മാർഗം എങ്ങനെയാ എന്ന് ബ്രോയ്ക്ക് തോന്നുന്നുണ്ടോ? അമ്മയ്ക്ക് കല്യാണി ഇഷ്ടമൊക്കെ തന്നെയാണ്. ഗംഗയും പ്രിയങ്കയും ഈ കുടുംബത്തോട് കാട്ടിയ, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായ ചതിയും ക്രൂരതകളും ഒരു വശത്ത്, കല്യാണി ഈ കുടുംബത്തോട് കാണിക്കുന്ന കരുതലും വിശ്വാസവും മറുവശത്ത്. ഇത് രണ്ടും അമ്മയ്ക്ക് തിരിച്ചറിയാനായാൽ കല്യാണിയെ വിവാഹം കഴിക്കാൻ അമ്മ സമ്മതിക്കും. പ്രത്യേകിച്ചും എന്റെ രണ്ടാമത്തെ കല്യാണം കൂടി മുടങ്ങി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അമ്മ കല്യാണിയുടെ നന്മ തിരിച്ചറിയുന്ന എന്നെ എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അമ്മ എടുത്തു തരുന്ന താലി തീരുമാനിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണിയുടെ കഴുത്തിൽ കെട്ടും. അതെന്റെ വിശ്വാസം. അവസാന രംഗം ആത്മഹത്യയാ. അത് കഥയായാലും അതെ, ജീവിതമായാലും അതെ. ഇവിടെ നിക്കടി. നീ അന്ന് എന്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? നിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ നീ തുനിഞ്ഞിരുന്നെങ്കിൽ അതിൽ ആദ്യത്തെ ഇര ഞാനായിരിക്കുമെന്ന്. അത്രയ്ക്ക് ധൈര്യം നിനക്കുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യടി. കൊല്ലടി എന്നെ. കൊല്ലാൻ.